ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇപ്പോഴത്തെ ഭാര്യയെ കൂടാതെ വേറൊരു ഭാര്യയെ കൂടി വേണം, വേറൊരു പെണ്ണിനെ കൂടി എനിക്ക് ഭാര്യയായിട്ട് വേണം എന്ന് ചക്രവർത്തിക്ക് മോഹം. അദ്ദേഹം നാട്ടിലെ മതാചാര്യനോട് ഉപദേശം ചോദിച്ചു. മതാചാര്യൻ പറഞ്ഞു, വേണ്ട, അത് സ്വർഗത്തിന് ഇഷ്ടമാവില്ല. ചക്രവർത്തി മതാചാര്യനെ ഭീഷണിപ്പെടുത്തി. മതാചാര്യൻ കാട്ടിലൊളിച്ചു. ചക്രവർത്തി ഉടനെ തന്നെ രോഗിയായി, കിടപ്പിലായി. മതാചാര്യനെ വിളിക്കാനായിട്ട് ആളയച്ചു. അദ്ദേഹം വന്ന് പ്രാർത്ഥിച്ചപ്പോൾ രോഗം മാറി. തനിക്ക് ഉടനെ ക്രിസ്ത്യാനിയാകണമെന്ന് ചക്രവർത്തി മതാചാര്യനോട് പറഞ്ഞു. ആ ചക്രവർത്തിയാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി. ആ മതാചാര്യനാണ് സിൽവസ്റ്റർ മാർപ്പാപ്പ, വിശുദ്ധ സിൽവസ്റ്റർ ഒന്നാമൻ. സിൽവസ്റ്റർ വെഞ്ചരിച്ച മാമോദിസ ജലം തൊട്ടപ്പോഴാണ് രാജാവിന് രോഗവിമുക്തി ഉണ്ടായത്. മിൽത്തിയാഡസ് മാർപ്പാപ്പയ്ക്ക് ശേഷം 314 മുതൽ 335 വരെ കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പയായിരുന്നു സിൽവസ്റ്റർ ഒന്നാമൻ. അദ്ദേഹം മരിച്ചത് 335-ലാണ്. റുഫീനസ് എന്ന പേരായ റോമാക്കാരൻ്റെ മകനായിരുന്നു സിൽവസ്റ്റർ. അദ്ദേഹം മാർപ്പാപ്പയായിരുന്നപ്പോഴാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി റോമയിലെ വലിയ പല പള്ളികളും പണിതത്. മാർപ്പാപ്പയുടെ ഭദ്രാസന ദേവാലയമായ സെന്റ് ജോൺ ലാറ്ററൻ ബസിലിക്ക, പഴയ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക തുടങ്ങിയവയൊക്കെ അതിൽ ഉൾപ്പെടും. രക്തസാക്ഷികളെ സംസ്കരിക്കാനുള്ള പല സിമിത്തേരികളും അക്കാലത്ത് പണിതു. 325-ലെ നിക്ക സൂനോദോസിൽ സിൽവസ്റ്റർ മാപ്പാപ്പ നേരിട്ട് പങ്കെടുത്തില്ല. പകരം വീത്തുസ്, വിൻസെൻസിയൂസ് എന്നിങ്ങനെ 2 പ്രതിനിധികൾ അയച്ചു. എന്നാൽ സൂനോദോസിന്റെ തീരുമാനങ്ങൾ ഈ സിൽവസ്റ്റർ മാപ്പാപ്പ അംഗീകരിച്ചു. എല്ലാ മെത്രാന്മാർക്കും ഉപരിയായ മെത്രാനായി റോമാരൂപതര മെത്രാനെ അംഗീകരിച്ചത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ്. ഞാൻ ആ തോമായുടെ സിംഹാസനം എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിരുന്നു. അങ്ങനെ പത്രോസിൻ്റെ ശിഷ്യന്മാരിലൂടെ ഒരു പിന്തുടർച്ച, തോമായുടെ ഒരു പിന്തുടർച്ച, അങ്ങനെ ഓരോ സ്ലീഹന്മാരും പിന്തുടർച്ചയെക്കുറിച്ചുള്ള സൂചന നൽകിയിരുന്നു. അങ്ങനെ ഓരോ സ്ലീഹന്മാർക്കും പിന്തുടർച്ചയുണ്ട്. അതിൽ തന്നെ പ്രഥമ പരിഗണന അർഹിക്കുന്നത് പത്രോസിൻ്റെ പിന്തുടർച്ചയാണ്. പത്രോസ് എന്ന ആ തലവൻ അതിന് അംഗീകാരം കൊടുത്തത് നിക്ക സൂനദോസിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി വിളിച്ചുകൂട്ടിയ ആ നിക്ക സൂനദോസിലാണ്. സിൽവസ്റ്ററിന് മുമ്പിൽ പാപ്പായുടെ കുതിരപ്പുറത്ത് സാരഥിയായി കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സഞ്ചരിച്ചു. അങ്ങനെ അദ്ദേഹത്തെ പാപ്പാ സാരഥി എന്ന് വിളിക്കാറുണ്ട്. പാർത്ഥസാരഥി എന്ന് അർജുനനെ വിളിക്കുന്നത്, കൃഷ്ണനെ വിളിക്കുന്നത് പോലെ പാപ്പാ സാരഥി എന്നാണ് സിൽവസ്റ്റർ മാപ്പാപ്പി വിളിച്ചിരുന്നത്. അതിന് പകരമായിട്ട് സിൽവസ്റ്റർ മാപ്പാപ്പ തൻ്റെ കിരീടം ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയെ ചൂടിച്ചു. റോമാ ചക്രവർത്തി ഏറ്റവും കേമനാണെങ്കിലും അദ്ദേഹം ചൂടുന്ന തൊപ്പി മാർപ്പാപ്പ നൽകിയതാണ് എന്ന കാരണത്താൽ ചക്രവർത്തിയെ പോലും സ്ഥാനഭ്രഷ്ടനാക്കാൻ മാർപ്പാപ്പയ്ക്ക് അധികാരമുണ്ടെന്ന സൂചനയും ഇതിലൂടെ നൽകപ്പെട്ടു. ഈ സിൽവസ്റ്റർ മാർപ്പാപ്പയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കേണ്ടി വരും. ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയെക്കുറിച്ച് ഒരുപാട് ഇല്ലാ കഥകൾ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് എറണാകുളംകാർ പ്രചരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹമാണ് സഭ സ്ഥാപിച്ചത്. ഈ പുറജാതി ആചാരങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയാണ് ചെയ്തത്. സാബത്ത് ആചരണം നിർത്തലാക്കി ഞായറാഴ്ച സൂര്യദേവനെ ആരാധിക്കാൻ വേണ്ടി ആക്കിയത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ആരോപണങ്ങൾ. ഈ ആരോപണം ഇപ്പോഴും ആൾക്കാരെ ഏറ്റുപിടിക്കുന്നുണ്ട്. ഇതിനിടെ ഞാനൊരു 1000 വട്ടം ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. ക്രിസ്തുവർഷം 62-ലോ 63-ലോ എഴുതിയ നടപടി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ആഴ്ചയുടെ ആദ്യ ദിവസം അന്നാണ് അപ്പം മുറിക്കൽ. ആഴ്ചയുടെ ആദ്യ ദിവസം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച. നടപടി ഗ്രന്ഥം 20 ഇല്ലേ, 7-ാമത്തെ വാക്യം. അത് സ്ഥിരീകരിക്കുകയാണ് 1 കൊരിന്തോസ് 16:2. ആഴ്ചയുടെ ആദ്യ ദിവസം അന്നാണ് പണപ്പിരിവ് നടത്തേണ്ടത്. അതായത് ദൈവസ്നേഹവും പരസ്നേഹവും. അപ്പം മുറിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ തന്നെ പാവങ്ങളെ സഹായിക്കാനുള്ള പൈസയും. അതുകൊണ്ടാണ് ഇപ്പോഴും കുർബാനയ്ക്കിടയിൽ പണം പിരിക്കുന്നതൊക്കെ. അപ്പോൾ ഇത് ക്രിസ്തുവർഷം 62-ലോ 63-ലോ എഴുതിയ പുസ്തകത്തിലാണ് ആഴ്ചയുടെ ആദ്യ ദിവസം വിശുദ്ധ കുർബാന അർപ്പണം എന്നുള്ളത്. 325-ല് ഈ നിക്ക സൂനദോസോ അല്ലെങ്കിൽ 313-ലെ മിലാൻ വിളംബരമൊക്കെ വെച്ചിട്ടാണോ ഈ സാബത്ത് ആചരണം, ശനിയാഴ്ചത്തെ ആചരണം ഞായറാഴ്ചയിലേക്ക് ആക്കിയത്? ഈ ബൈബിൾ പഠിക്കാത്തതിൻ്റെ വലിയ ദോഷമുണ്ട്. എറണാകുളത്തുണ്ട്, എറണാകുളത്തിൻ്റെ പ്രബോധനം കേൾക്കുന്നവർക്കുണ്ട്. ഈ ബൈബിൾ ഒന്ന് വായിച്ച് നോക്കൂ. നടപടി ഗ്രന്ഥം 20:7 ഒന്ന് വായിച്ച് നോക്കൂ. ആഴ്ചയുടെ ആദ്യ ദിവസം. എന്തുകൊണ്ട് ആഴ്ചയുടെ ആദ്യ ദിവസം? ആഴ്ചയുടെ ആദ്യ ദിവസമാണ് ഉത്തിതനായ കർത്താവ് സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെട്ടു. മത്തായിയുടെ സുവിശേഷം വായിച്ചു നോക്കിയാൽ അവർ കർത്താവിൻ്റെ പാദത്തിൽ കെട്ടിപ്പിടിച്ച് അവൻ ആരാധിച്ചു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 10-ാമത്തെ വാക്യം 1 മുതൽ 10 വരെ വായിച്ചു നോക്കിയാൽ ആഴ്ചയുടെ ആദ്യ ദിവസം സ്ത്രീകൾ കർത്താവിനെ കണ്ടു. ആഴ്ചയുടെ ആദ്യ ദിവസമാണ് സ്ലീഹന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത്, മറിയമക്കൾക്ക് പ്രത്യക്ഷപ്പെട്ടത്. ഞാൻ ആ ഉത്ഥാനത്തിൻ്റെ തെളിവുകൾ എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ഒരു വീഡിയോ ഉണ്ട്.
അതിന് സമയം എപ്പോഴൊക്കെയാണ് എത്ര പ്രത്യക്ഷപ്പെടലുണ്ടായിരുന്നു, ആ പ്രത്യക്ഷപ്പെടൽ എവിടെ, ഏത് സ്ഥലത്ത്, ഏത് സമയത്തൊക്കെ പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 1.5 മണിക്കൂറുണ്ട്. നിങ്ങൾ അത് കേട്ട് നോട്ടെടുക്കുക. ഇത് പഠിക്കാനായിട്ടൊരു ജ്വരം വരുമ്പോൾ സമയം ഒരു പ്രശ്നമാകില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഈ എറണാകുളംകാർ ആരോപിച്ച് അത് നിരീശ്വരവാദികളിൽ നിന്ന് കിട്ടിയ ആരോപണം അങ്ങനെ തന്നെ വിഴുങ്ങി അത് എറണാകുളത്തെ വലിയ വലിയ ആളുകളാണ് പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് ആൾക്കാർ വിചാരിച്ചു അവർ പറഞ്ഞ സത്യമാണെന്ന്. പക്ഷേ ഈ വലിയ ആളുകൾ നുണയാണ് പഠിപ്പിച്ചിരുന്നത്. ചുരുക്കത്തിൽ ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് സഭയ്ക്ക് അനുകൂലമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് കർത്താവ് ചെയ്ത കാര്യങ്ങളൊക്കെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ചെയ്തേ, അതുകൊണ്ട് കത്തോലിക്ക സഭ യേശുക്രിസ്തുവിന്റെ സഭയല്ല കോൺസ്റ്റന്റൈൻ്റെ സഭയാണെന്ന് ഈ പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരൊക്കെ പറഞ്ഞു നടക്കുന്ന കാര്യം വെറുതെ ആവർത്തിച്ച് സഭയിൽ ആരോപിക്കുന്നത് ദൈവവചനത്തോടും കർത്താവിനോടും ഈ സിൽവസ്റ്റർ മാർപ്പാപ്പയോടൊക്കെ ചെയ്യുന്ന വലിയ അപരാധമായിരിക്കും. സത്യം തേടാൻ ഇനി ഞാൻ പറയുന്നതിൽ നുണയുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കരുത്. പക്ഷെ ഞാൻ പറയുന്ന രേഖ സഹിതമാണ്, ബൈബിളിലെ വചനവും രേഖയും സഹിതമാണ്. അതുകൊണ്ട് അതുകൂടി പരിശോധിച്ചിട്ട് വേണം ഞാൻ പറയുന്നത് സത്യമാണോ എന്ന്. നിങ്ങൾ സത്യമല്ലെങ്കിൽ നിങ്ങൾ എന്നെ സ്വീകരിക്കരുത്, എന്നെ വിശ്വസിക്കരുത്. ഞാൻ നുണ പറയുന്നത് ഞാൻ എത്ര വലിയവനോ ചെറിയവനോ എന്നുള്ള വിഷയമല്ല. ഞാൻ സത്യമല്ല പറയുന്നതെങ്കിൽ നിങ്ങൾ സ്വീകരിക്കരുത്. ഇതേ നിലപാട് നിങ്ങൾ എറണാകുളംകാരോട് എടുക്കണം. അത് തേലക്കാട്ടച്ചൻ പറഞ്ഞല്ലോ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ഞായറാഴ്ചയിലേക്ക് മാറ്റിയെന്ന്. അല്ല, യേശുക്രിസ്തുവാണ് മാറ്റിയത്. സാപത്തിന്റെ കർത്താവാണ് ഞാൻ എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ സാപത്ത് സൃഷ്ടിച്ചത് ഞാനാണ്. അതുകൊണ്ട് സാപത്ത് മാറ്റാനുള്ള അധികാരം എനിക്കുണ്ട്. സാപത്ത് ആഴ്ചയുടെ ആദ്യ ദിവസമാണ് കർത്താവ് പ്രത്യക്ഷപ്പെട്ടത്. ഉത്ഥിതനുമായുള്ള കൂടിക്കാഴ്ചയും ആരാധനയുമാണ് ഞായറാഴ്ച. അത് സംഭവിച്ചത് കർത്താവ് തന്നെയാണ് മാറ്റിയത്. സഭയുടെ ആരംഭകാലം മുതൽ അങ്ങനെയാണ്. കർത്താവ് അതിരാവിലെ പ്രത്യക്ഷപ്പെട്ടത് കൊണ്ടാണ് മിക്ക സ്ഥലത്തും കുർബാന അതിരാവിലെ. ആ സമയവും ദിവസവും അങ്ങനെ പ്രധാനപ്പെട്ടതായി. ഉത്ഥിതനുമായുള്ള കൂടിക്കാഴ്ചയാണ് വിശുദ്ധ കുർബാന. അത് നടത്തിയത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അല്ല, യേശുക്രിസ്തുവാണ്. തെളിവുകൾ ഇഷ്ടംപോലെ ഞാൻ നൽകിയിട്ടുണ്ട് മുമ്പ്. ഇപ്പോൾ അത് പറയേണ്ട സമയമല്ല, വേദിയല്ല. ഞാൻ ഈ സിൽവസ്റ്റർ ഒന്നാമൻ മാർപ്പാപ്പയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചില വിഡ്ഢികൾ ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയല്ലേ കത്തോലിക്ക സഭ സ്ഥാപിച്ചെന്ന് പറഞ്ഞ് വരാൻ സാധ്യതയുണ്ട്. അതിനെ ഒന്ന് തടയിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ചെറുതായിട്ട് അതൊന്ന് സൂചിപ്പിച്ചത്. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആവർത്തിക്കുന്നില്ല. അത് പഠിക്കാൻ ആഗ്രഹമുള്ളവർ അത് തേടി പോകണം. വീഡിയോയിൽ വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സിൽവസ്റ്റർ ഒന്നാമൻ മാർപ്പാപ്പ ഇല്ലേ, സഭ സ്വതന്ത്രമാകുന്ന കാലയളവിലൊരു മാർപ്പാപ്പയാണ്. പക്ഷെ അദ്ദേഹം ചെയ്തൊരു പ്രതീകാത്മക പ്രവൃത്തി എന്താണ്? ചക്രവർത്തിയുടെ സിംഹാസനം, ഭൗതിക സിംഹാസനം, അതുപോലും ദൈവത്തിൻ്റെ ആത്മീയ സിംഹാസനം താഴെയാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഈ മാർപ്പാപ്പയുടെ കിരീടമെടുത്ത് അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ചത്. ഈ പ്രവൃത്തികളിലൂടെയുള്ള, പ്രതീകാത്മക പ്രവൃത്തികളിലൂടെയുള്ള ഒരു വചന പ്രഘോഷണമാണത്. ഭൗതിക ചക്രവർത്തിമാരെല്ലാം സാക്ഷാൽ ദൈവം തമ്പുരാൻ എന്ന ചക്രവർത്തിയുടെ കീഴിലാണ്. അതുകൊണ്ട് വല്ലാണ്ട് അഹങ്കരിക്കരുത്. നിങ്ങളും ഉത്തരവാദിത്തപ്പെട്ടവരാണ്, അവനോ കണക്ക് കൊടുക്കേണ്ടി വരും എന്നൊരു ചിന്തയാണ്. ഈ ചക്രവർത്തിയാകട്ടെ ഈ മാനസാന്തരം വന്ന് അങ്ങേയറ്റം കർത്താവിനെ സ്നേഹിക്കുന്നു. ആ കർത്താവിൻ്റെ പ്രതിപുരുഷനായ മാർപ്പാപ്പയെ അംഗീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ സാരഥിയായിട്ട് പോകാൻ പോലും ചക്രവർത്തി തയ്യാറാവുകയും ചെയ്തു. എന്തൊരു എളിമയാണ് അദ്ദേഹത്തിന്. അതും നമുക്ക് മാതൃകയാക്കാവുന്നതാണ്. അങ്ങനെ വിശുദ്ധരായി ജീവിച്ച് വിശുദ്ധരായി മരിച്ച് പോകാനായിട്ട് നമുക്ക് കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.